ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്സ്. പൈസ ഞാനിന്നൊരു നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നമ്മുടെ ബ്രോഡ്വേ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രോഡ്വേ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഒരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചി ഈ കണ്ണ് കാണാൻ വയ്യാത്തൊരു പാവം ചേച്ചിയാണ്. ഇപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് ഞങ്ങൾ 2 ലോട്ടറി എടുത്ത്, പുള്ളിക്കാർ ലോട്ടറി എടുക്കുക നാളത്തെ ടിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാത്രി 7-8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 2 ലോട്ടറിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അവൻ പറഞ്ഞ്, എടാ നമുക്ക് അപ്പുറത്തെ ഡ്രസ്സ് അവന് ഷർട്ട് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അത് ഷർട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ആ ടൈമിൽ 2 പേര്, ഏകദേശം ഒരു 10-25 വയസ്സുള്ള 2 പേര് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഇവൻ അവിടെ ഷർട്ട് എടുക്കും. അപ്പോൾ ഞാൻ ആ കടേൻ്റെ പുറത്തുനിന്ന് ഗ്ലാസ് ഒരു കാണുന്നുണ്ട്. എന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് 2 പേരും ഇങ്ങോട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കണം ചേച്ചിയുടെ അടുത്ത്. നമ്മളത് സാർ ടിക്കറ്റ് എടുക്കണം വിചാരിച്ച്. അപ്പോൾ ഞങ്ങളവിടെ ഡ്രസ്സ് എടുക്കും. അപ്പോൾ തിരിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ഇവർ 2 പേരും പിടിച്ച് അവിടെ ഓട്ടോക്കാരൻ ചേട്ടന്മാരും കുറേ ആൾക്കാരൊക്കെ പിടിച്ച് ഇടിക്കണം. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവന്മാരെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവരുടെ ഓട്ടോ ചേട്ടൻ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്മാർ ചെയ്തൊരു തോന്നിവാസം, ഒരു മനസാക്ഷിയില്ലായ്മ, അവന്മാർ ചെയ്ത കാര്യത്തിനാണ് അവർ പിടിച്ചടിച്ചത്. അവർ ചെയ്ത അത്രയും വൃത്തികെട്ടതും ഒരു മനസാക്ഷിപരമായി ചെയ്ത കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ആ ചേച്ചിയോട് ഇവർ 4 ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ 4 ടിക്കറ്റിന് ഇപ്പോൾ 200 രൂപ, 50 രൂപ വെച്ചിട്ട് ഒരു ടിക്കറ്റിന് 50 രൂപ വെച്ച് 4 ടിക്കറ്റിന് 200 രൂപ. അപ്പോൾ ഈ 200 രൂപയ്ക്ക് ഇവർ 20 രൂപ നോട്ട് കൊടുത്ത് പറ്റിക്കാൻ നോക്കി. എന്നിട്ട് ചേച്ചിയോടെ കിടന്ന്, അപ്പോൾ ചേച്ചിക്ക് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് കണ്ണ് കാണാത്തവരും കേൾക്കാത്തവരും. നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാം ഉണ്ടായിട്ടും ഒട്ടും ബുദ്ധിയില്ലാത്തവരാണ്. സത്യമായിട്ടും നമ്മളാരും ഒന്നും തികഞ്ഞവരല്ല, ഒരാളും ഒന്നും തികഞ്ഞവരല്ല. പക്ഷെ നമ്മളെക്കാളും വിവരവും ബുദ്ധിയും ബോധവും എല്ലാം ഉള്ള ആൾക്കാരാണ് കണ്ണ് കാണാൻ വയ്യാത്തവർ, ചെവിയൊക്കെ വയ്യാത്തവർക്ക് ഒക്കെ. അപ്പോൾ അവരെ പറ്റിക്കുന്നു. ഒരു മനസാക്ഷിയോടുണ്ട്. ആ 200 രൂപയ്ക്ക് 20 നോട്ട് കൊടുത്തിട്ട്. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി. അപ്പോൾ ചേച്ചി മോനെ ഇത് 20 നോട്ടല്ലേ, അപ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിനെ തെറി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ സ്വന്തം അമ്മയ്ക്ക് നാളെ ഒരു കണ്ണിന് കാഴ്ച രണ്ട് വന്നാൽ നിൻ്റെ അമ്മ ഇതുപോലെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ ഇറങ്ങുമ്പോൾ വേറൊരുത്തരാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നിൻ്റെയൊക്കെ പ്രതികരണം എന്തായിരിക്കും മക്കളെ? ഒരു മനസാക്ഷി ഇല്ലാണ്ട് 20 നോട്ട് കൊടുത്തിട്ട് ചേച്ചി ചോദിച്ചപ്പോൾ അല്ല നിങ്ങളേതാണ് അത്രയും തെറി ആ ചേട്ടന്മാരെ എന്താ തെറി പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അത് ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല, അത്ര സംസ്കാരപരമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അത് കേട്ടൊന്നും ലോട്ടറി ചേട്ടൻ വന്ന് ഇവരുടെ കാരണക്കൊത്തി കടിച്ച് അവിടെ പിടിച്ച് കുറേ 5-6 കുറേ ചേട്ടന്മാരുണ്ട്, ഓട്ടോക്കാർ ചേട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പിടിച്ച് നല്ല അടിച്ച് പിന്നെ പോലീസിനെ വിളിച്ച് വരുത്താൻ പോയി. പിന്നെ ചെറുപ്പക്കാരിലെന്ന് പറഞ്ഞ് വിട്ട്. അപ്പോൾ ഇത്രയും മനസാക്ഷി ചെയ്യാതെ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ ലോകത്ത് ഇനിയും ഉണ്ടല്ലോ. ഉണ്ടോ എനിക്ക് സങ്കടം വന്നു. കാരണം ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിപ്പറിച്ചു, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന്. ഞാനൊന്നും പറയില്ല. ഉള്ളവൻ കാശ് കൊണ്ട് ദൂർത്തടിച്ച് പണം കൊണ്ട് മൂടിക്കെട്ടുന്നവൻ, അതാണ് ഉള്ളവൻ്റെ കയ്യിൽ നിങ്ങൾ മേടിച്ചോ, കുഴപ്പമില്ല. ഇല്ലാത്തവൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ എനിക്ക് പറയാനുള്ളൂ.